ഹലോ, അപ്പോൾ അതാ ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ ഇന്നലത്തെ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ ആണ്. എൻ്റെ ട്രാവൽ ഡേ ആണിന്ന്. അപ്പം നമ്മളിന്ന് വീട്ടിൽ നിന്ന് ദുബായിലേക്ക് ട്രാവൽ ചെയ്യുകയാണ്, ഞാനും കുട്ടികളും. അപ്പോൾ ഞങ്ങളിന്ന് ട്രാവൽ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഫ്ലൈറ്റ് 10:30-ക്കൊക്കെയാണ് നമ്മുടെ ഫ്ലൈറ്റ്. അപ്പോൾ എങ്കിലും നമ്മൾ കുഞ്ഞുങ്ങളെയൊക്കെ വെച്ച് കറക്റ്റ് ടൈമിൽ ഇറങ്ങണ്ടെന്ന് വിചാരിച്ചു. ഒരു 1 hour മുന്നേയൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. വെളുപ്പിനെ ഒരു 4:30 ആയപ്പോഴത്തേനും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ഒന്നും കഴിക്കാതെയാണ് ഇറങ്ങിയത്. ഒരു ഗ്ലാസ് കാലിച്ചായ കുടിച്ചു. അപ്പോൾ അതിനുശേഷം പിന്നെ നമ്മൾ എയർപോർട്ടിൻ്റെ തൊട്ടടുത്തെത്തിയപ്പോഴത്തേനും നമുക്ക് എയർപോർട്ട് എത്തിയപ്പോൾ അവിടെ നല്ല അടിപൊളി ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, നമ്മുടെ കോമൺ ആയിട്ടുള്ളതാണല്ലോ, ശരവണ ഭവൻ. അപ്പോൾ അവിടെ കയറിയിട്ട് എനിക്ക് രാവിലെ ഒരു മസാല ദോശ ഒക്കെ കഴിക്കാൻ തോന്നി. അപ്പോൾ ഞാൻ അവിടുത്തെ മസാല ദോശ എന്ന് പറയുന്നത് അടിപൊളിയാണല്ലോ. അപ്പോൾ ഞാൻ രാവിലെ കഴിച്ചത് നല്ല ചൂടായിട്ടുള്ള അടിപൊളി ക്രിസ്പി ടേസ്റ്റി ആയിട്ടുള്ള മസാല ദോശയും, പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഉണ്ടല്ലോ മസാല ദോശയുടെ സെറ്റിൻ്റെ കൂടെ തന്നെ വടയും, അതുപോലെ തന്നെ ഒരു 3 ടൈപ്പ് ചട്നി. അതിലത്തെ റെഡ് ചട്നി ഒരു രക്ഷയില്ല, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ എൻജോയ് ചെയ്ത് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അപ്പോൾ 3 ടൈപ്പ് ചട്നിയാണുള്ളത്. വൈറ്റ് കളർ ചട്നിയും, പിന്നെ പുതിന ചട്നി, പിന്നെ ടൊമാറ്റോ ചട്നി, പിന്നെ വടയാണേലും അടിപൊളിയായിരുന്നു, ടേസ്റ്റി ആയിരുന്നു. പിന്നെ സൂപ്പർ സാമ്പാർ എല്ലാം കൂടെ കൂട്ടി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എൻജോയ് ചെയ്ത് കഴിച്ചു. പിന്നെ അമ്മച്ചിയും അത്തശ്ശിയൊക്കെ വാങ്ങിച്ചത് പൂരി സെറ്റ്, പൂരി ബാജി സെറ്റും, പിന്നെ വേറൊരു ഐറ്റം കൂടെ വാങ്ങിച്ചായിരുന്നു, എനിക്കതിൻ്റെ പേര് വിട്ടുപോയി. അപ്പോൾ അവരതൊക്കെയാണ് കഴിച്ചത്. പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു സൂപ്പർ ഫിൽറ്റർ കോഫിയും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഇപ്പോൾ വരും. അപ്പോൾ ഞാൻ എൻജോയ് ചെയ്ത്, ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ കുറച്ച് പോപ്പുലറായിട്ടുള്ള ഷോപ്പിൽ നിന്ന് മസാല ദോശയൊക്കെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ, അതായത് ക്വാളിറ്റി വൈസ് ഭയങ്കര ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ റേറ്റ് വൈസ് കുറച്ച് എക്സ്പെൻസീവാണ്. അപ്പോൾ ടേസ്റ്റുള്ള ഫുഡ് കഴിക്കണം, ക്വാളിറ്റിയുള്ള ഫുഡ് കഴിക്കണം എന്ന് ആഗ്രഹമുള്ളപ്പോഴത്തേനും കുറച്ച് റേറ്റും കൊടുക്കേണ്ടി വരും. അപ്പോൾ ഞാൻ മസാല ദോശ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ നമ്മുടെ ചൂട് കോഫി വന്നു. അപ്പോൾ നല്ല അടിപൊളി ഫിൽറ്റർ കോഫി. അപ്പോൾ ഞാൻ അതിൽ തന്നെ വെച്ച് ഊതി കുടിക്കുകയാണ്. ഭയങ്കര ടേസ്റ്റായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ രാവിലെ ട്രാവൽ ചെയ്യുമ്പോഴത്തേനും നന്നായിട്ട് കഴിച്ചില്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നല്ല വയറ് നിറച്ച് കഴിക്കുന്നത്. പിന്നെ അതിന് ശേഷം പിന്നെ ഞാൻ നോക്കുന്നത് നമ്മുടെ പൊട്ടറ്റോ മസാല ചിപ്സ്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ എല്ലായിടത്തും കാണാറൊന്നുമില്ല. നമ്മുടെ ടപ്പിയോക്ക ചിപ്സും ബാക്കിയുള്ള ചിപ്സുകളൊക്കെ കാണാറുണ്ട്. നമ്മൾ പൊട്ടറ്റോ ചിപ്സ് ഇതുപോലെയുള്ള പാക്കറ്റ്സിൽ കാണുന്നത് വളരെ വിരളമാണ്. അപ്പോൾ അതിൽ നിന്നും ഒരെണ്ണം എടുത്തതിന് ശേഷം പിന്നീട് നമ്മൾ എന്ത് ചെയ്തു, എല്ലാം കഴിഞ്ഞു. അത്തച്ചി അമ്മച്ചിയും നമ്മളെ എയർപോർട്ടിൽ ആക്കിയിട്ട് പോയി. അതിന് ശേഷം നമ്മുടെ എയർപോർട്ട് പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഫുഡ് കോർട്ടിൽ, ഞാനും കുഞ്ഞുങ്ങളും കൂടി ഒന്ന് നെടുമ്പാശ്ശേരി എയർപോർട്ടിലെ ഫുഡ് കോർട്ടിൽ കയറിയതാണ്, എന്തെങ്കിലും കുടിക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ സാറായിക്കും എന്തെങ്കിലും കുടിക്കാൻ വാങ്ങിച്ചു കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ നമുക്ക് ഫുഡ് കഴിച്ച് വയറൊക്കെ ഓൾറെഡി നിറഞ്ഞായിരുന്നു, അതുകൊണ്ട് വിശപ്പും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. എന്നാൽ ദാഹം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലും കുടിക്കാമെന്ന് വിചാരിച്ച് സാറാനെ അവിടെ ഇരുത്തിയിട്ടാണ് പോയത്. ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നത് കോക്കനട്ട് വാട്ടറാണ്. കുറച്ച് എക്സ്പെൻസീവ് ആയിരുന്നു, 150 റുപ്പീസായി. എയർപോർട്ടിൻ്റെ ഉള്ളിലായതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഞങ്ങൾ 3 പേര്, അപ്പോൾ എക്സ്ട്രാ ഞാനൊരു ഡിസ്പോസിബിൾ ഗ്ലാസും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചായിരുന്നു. അപ്പോൾ മക്കൾക്ക് സാറായിക്ക് ഗ്ലാസ്സിൽ ഒഴിച്ചു കൊടുത്തു, ഞാൻ ബോട്ടിലും സൈറായിക്കും കൊടുക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടി ഇരുന്ന് ആ കോക്കനട്ട് വാട്ടർ കുടിക്കുകയാണ്. ഭയങ്കര ഒരു റിഫ്രഷ്മെൻ്റ് ആയിരുന്നു കേട്ടോ. ഭയങ്കര ഒരു റേറ്റ് വൈസ് അത്യാവശ്യം കൂടുതൽ റേറ്റാണ്. വേറെ ഓപ്ഷൻ ഇല്ല, കാര്യം എയർപോർട്ടിൻ്റെ ഉള്ളിൽ എല്ലാം ഓൾമോസ്റ്റ് ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ 150 റുപ്പീസിൻ്റെ തേങ്ങാവെള്ളം ഞങ്ങൾ 3 പേരും കൂടെ ചേർന്ന് ഷെയർ ചെയ്ത് കുടിക്കുകയാണ്. അപ്പോൾ സൈറുവിന് ഇങ്ങനെ വേണം. സൈറുവിന് കുപ്പിയിൽ കൊടുത്തപ്പോഴും അതുപോലെ തന്നെ ഗ്ലാസ്സിൽ കൊടുത്തപ്പോഴും അവൾ കുടിക്കുന്നില്ല. അപ്പോൾ എന്തെങ്കിലും കാണിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ക്ഷമയോട് കൂടിയിട്ട് ആ അടപ്പിൽ കോക്കനട്ട് വാട്ടർ ഒഴിച്ച് അവളെ കുറച്ച് നേരം കുടിപ്പിക്കുകയാണ്. കുറച്ച് ടൈം ഉണ്ടായിരുന്നു നമുക്ക്, ഫ്രീ ടൈം കുറച്ച് നമ്മൾ നേരത്തെ ആയിരുന്നു എല്ലാം കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ നമുക്ക് റിലാക്സ് ചെയ്ത് ഫ്രീ ആയിട്ട്. അപ്പോൾ കുഞ്ഞുങ്ങളെ വാഷ്റൂമിലൊക്കെ കൊണ്ടുപോയി സൈറുവിൻ്റെ ഡയപ്പർ ചേഞ്ചും കാര്യങ്ങളൊക്കെ നടത്തി, സൈറുവിൻ്റെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ മാറ്റേണ്ടതൊക്കെ മാറ്റി, അങ്ങനെ കുഞ്ഞുങ്ങളുമായിട്ട് കുറച്ച് നേരം ഒന്ന് റിലാക്സ് ആയിട്ട് ഫ്രീ ആയിട്ട് ഫുഡ് കോർട്ടിലിരിക്കുകയാണ്. അപ്പോൾ
ഏറ്റവും പറയുക ഒരു നന്നായിട്ട് ടയേർഡായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഒരു റിഫ്രഷ്മെൻറ്റിന് വേണ്ടിയിട്ടും ഒരു കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് കുടിക്കാം. 100% നാച്ചുറൽ എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. ഭയങ്കര നമുക്ക് നാച്ചുറലായിട്ടുള്ള ഇതായിട്ടും തോന്നി, ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒരു എന്താ പറയുക ബോട്ടിലായിട്ട് തോന്നിയില്ല. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി. അതിന് ശേഷം ഫ്ലൈറ്റിൽ കയറി. നമ്മൾ എമിറേറ്റ്സിലാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എമിറേറ്റ്സ് എന്ന് കേട്ടപ്പോൾ തന്നെ ഞാൻ ഭയങ്കരമായിട്ട് ഈ ഫുഡ് വ്ളോഗൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ എമിറേറ്റ്സ് എന്ന് കേട്ടപ്പോഴത്തേന് ഞാൻ ഭയങ്കര ഹാപ്പിയായി. കാര്യം എന്താണെന്ന് വെച്ചാൽ എമിറേറ്റ്സിൽ കയറുന്നത് മുതൽ ഇറങ്ങുന്നത് വരെ കഴിക്കലും ഫുഡും കുടിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അത് സത്യമാണ്, അങ്ങനെ തന്നെയായിരുന്നു. കാര്യം എന്താ വെച്ചാൽ അവർ വലിയൊരു മെനു ഒക്കെ കൊണ്ട് തന്നു. മെനു എന്ന് പറയുന്നത് പല ലാംഗ്വേജിൽ, ഇംഗ്ലീഷിൽ, അതുപോലെ തന്നെ മലയാളത്തിൽ, അറബിക്കിൽ, അങ്ങനെ സംഭവങ്ങൾ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളത് നമുക്ക് ഈ മെനു നോക്കി ചൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ മെനു ലഞ്ച്, അതുപോലെ തന്നെ ഡ്രിങ്ക്സ്, ഡെസേർട്ട്സ്, മെയിൻ കോഴ്സ്, ജ്യൂസസ്, അങ്ങനെ എല്ലാം അതിലുണ്ടായിരുന്നു. നമുക്കത് നോക്കിയിട്ട് ചൂസ് ചെയ്യാം. അപ്പോൾ കിഡ്സ് മീൽ നമ്മൾ ഓർഡർ ചെയ്തു. അപ്പോൾ സാറയുടെ സംഭവമാണിത്. സാറയുടെ കിഡ്സ് മീലിൻ്റെ അകത്ത് ഒരു മിക്സ്ഡ് ഫ്രൂട്ട് ജ്യൂസ് ഉണ്ടായിരുന്നു, പിന്നെ ഒരു ചെറിയ ബോട്ടിൽ വെള്ളം ഉണ്ടായിരുന്നു. അപ്പം പിന്നെ ഇതെന്ന് പറയുന്നത് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു കോക്കനട്ട് വിത്ത് ബ്രൗണി അങ്ങനെ വെച്ചിട്ടുള്ള ഒരു സംഭവമായിരുന്നു. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഹാമൂസൊക്കെ ചേർന്നിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാലഡായിരുന്നു. പിന്നെ സാറയുടെ മെയിൻ കോഴ്സ് എന്ന് പറയുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റമാണ്. ഞാനത് ഓപ്പൺ ചെയ്ത് കാണിക്കാം. പിന്നെ അതിൻ്റെ കൂടെ നല്ല സോഫ്റ്റ് അടിപൊളി സോഫ്റ്റ് ബൺ ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ സ്പ്രെഡ് ചെയ്യാനായിട്ട് നമുക്ക് ബട്ടർ, അതുപോലെ തന്നെ ക്രീം ചീസ് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ കാണിക്കുന്നത് സാറയുടെ മീലാണ്, അതായത് കിഡ്സ് മീലാണ്. അത്യാവശ്യം കിഡ്സ് മീൽ തന്നെ ഭയങ്കര ഹെവി ആയിരുന്നു. സത്യം പറഞ്ഞാൽ അവളധികം കഴിക്കത്തില്ല, അവൾ കുറച്ചല്ലേ കഴിക്കത്തുള്ളൂ. പ്രത്യേകിച്ച് ട്രാവലും കൂടെ ചെയ്യുമ്പോഴത്തേനും നമ്മുടെ മക്കൾ എന്താണേലും ഒരു മക്കളും അങ്ങനെ ഇരുന്ന് കഴിക്കാറില്ല. അപ്പം അത് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ അത്യാവശ്യം എനിക്കും സാറായിക്കും ഉള്ളത് ആ കിഡ്സ് മീലിൽ തന്നെ ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ. കാരണം എന്തൊക്കെയാണ്, ഒരു മെയിൻ കോഴ്സ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ബണ്ണ് വിത്ത് കുറച്ച് സ്പ്രെഡുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സാറയുടെ മെയിൻ കോഴ്സ് ഞാൻ അവൾക്ക് വേണ്ടി ഓപ്പൺ ചെയ്ത് കൊടുത്തു. അവൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ചായയോ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഒന്നും കഴിച്ചില്ല. അവളുടെ ഫസ്റ്റ് മീൽ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇത് ഞാൻ എൻ്റെ വാട്ട ഈറ്റിൻ്റെ ഇടയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ സാറയുടെ എല്ലാ ഐറ്റംസും ഞാനാണ് കഴിച്ചത്. സാറയുടെ എല്ലാ ഐറ്റംസും എന്ന് പറഞ്ഞാൽ കുറേയൊക്കെ എനിക്ക് ഭക്ഷണം വേസ്റ്റ് ആക്കുന്നത് ഇഷ്ടമില്ലാത്ത ആളാണ്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, സിറ്റുവേഷൻ. അതുകൊണ്ട് തന്നെ എനിക്കും കഴിച്ച് തീർക്കാൻ പറ്റാത്തത് നമ്മൾ വേസ്റ്റ് ബിന്നിലേക്ക് വിട്ടു. അപ്പോൾ എന്തായാലും സാറയുടെ ഈ കിഡ്സ് മീലിലുള്ള എല്ലാം തന്നെ ഞാനും കഴിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അടിപൊളിയായിരുന്നു. അടിപൊളി എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രീമി പാസ്ത ഉണ്ടല്ലോ, വളരെ ഫ്ലേവർഫുൾ ആയിട്ടുള്ള നല്ല ബട്ടറി ക്രീമി ഒക്കെ ആയിട്ട് ചീസി ആയിട്ടുള്ള അടിപൊളി ക്രീമി പാസ്ത വിത്ത് മീറ്റ് ബോൾസ്, വളരെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള മീറ്റ് ബോൾസ്. പിന്നെ ഇതിലത്തെ ഭയങ്കര രുചിയായിരുന്നു. ആ ബോയിൽഡ് ഗ്രീൻ പീസ് എടുത്ത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റായിരുന്നു. അപ്പോൾ സാറാനെ കൊണ്ട് ഞാൻ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കഴിപ്പിക്കുന്നതാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ അവൾക്ക് കഴിക്കാൻ ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് അവൾക്ക് കഴിക്കാൻ വലിയ മൂഡില്ലായിരുന്നു. പിന്നെ പറ്റുന്ന അത്രയും കഴിക്കാൻ പറഞ്ഞു. പിന്നെ അടുത്തതെന്ന് പറയുന്നത് നമ്മൾ സ്വീറ്റ്, അതായത് കേക്കായിട്ട് ബ്രൗണി ആയിരുന്നു. ബ്രൗണി ഭയങ്കര ടേസ്റ്റി ആയിട്ട് അടിപൊളിയായിട്ടുള്ളതായിരുന്നു. ഇത് സാറായി ഒരു സ്പൂൺ കഴിച്ചു, ഞാനും ഒരു സ്പൂൺ കഴിച്ചതിന് ശേഷം അതങ്ങ് മാറ്റി. അതാ പറഞ്ഞ ഫുഡ് അങ്ങ് ഓവറായിരുന്നു. ഓവറെന്ന് പറഞ്ഞാൽ നമുക്കിതിൻ്റെ കൂടെ തന്നെ പാക്കേജ് ഉള്ളതാണ്, പക്ഷേ എക്സ്ട്രാ നമ്മൾ പേ ചെയ്ത് വാങ്ങിക്കുന്നൊന്നുമല്ല, ഇതിൻ്റെ കൂടെ തന്നെ ഉള്ളതാണ്. ഫുഡെന്ന് പറയുന്നത് ഹെവി ആയിരുന്നു. ഹെവി എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ എന്ത് കഴിക്കണം എന്ന് ഒരു ഐഡിയ ഇല്ലായിരുന്നു. പിന്നെ ഞാൻ എന്ത് ചെയ്തു, നമുക്കങ്ങനെ ഉപയോഗിക്കാതെ ബിന്നിലേക്കിടാനൊരു മനസ്സ് വരാത്തതുകൊണ്ട് കുറച്ച് കഴിച്ച് പറ്റുന്ന അത്രയും കഴിച്ചിട്ടാണ് വേസ്റ്റ് ബിന്നിലേക്ക് ബാക്കിയുള്ള ഫുഡ് അവർ വരും, ഇങ്ങനെ സ്റ്റാഫുകൾ വരും. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഓപ്പൺ ചെയ്ത് പൊട്ടിച്ച ഫുഡൊക്കെ ക്ലിയർ ചെയ്ത് മാറ്റാനായിട്ട് അവർ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്കത് നമുക്ക് കയ്യിലത് സൂക്ഷിക്കാമെന്നൊക്കെ പറയുന്നത് ഫ്ലൈറ്റ് യാത്രയുടെ ഇടയിൽ അതൊന്നും അത്ര ആപ്ലിക്കബിൾ അല്ല. അപ്പോൾ നമ്മൾ കിഡ്സ് മീലിലെ ഓരോ സാധനങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കും. അതിനിടയ്ക്ക് ഡ്രിങ്ക്സ് വരുന്നുണ്ട്. ഞാനും സാറായും ഞാനും വാങ്ങിച്ച മാംഗോ ജ്യൂസോ അതുപോലെ തന്നെ ആപ്പിൾ ജ്യൂസോ അങ്ങനെ എന്തോ ആണ്. പിന്നെ ആൽക്കഹോളിക് ഡ്രിങ്ക്, അതുപോലെ തന്നെ 7up, കൊക്കക്കോള, ഡിഫറെൻറ്റ് ടൈപ്പ് ജ്യൂസസ് എല്ലാം ഇങ്ങനെ വരുന്നുണ്ട്. വേണ്ടവർ വാങ്ങിച്ച് കഴിക്കുന്നു. നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് എത്ര വേണേൽ കുടിക്കാം, കഴിക്കാം, എല്ലാമാണ്. ഞാൻ ഒരു ഗ്ലാസ് മാംഗോ ജ്യൂസും പിന്നെ
കുറച്ച് ആപ്പിൾ ജ്യൂസുമാണ് ഞങ്ങൾ വാങ്ങിച്ചത്. പിന്നെ അതിനുശേഷം എല്ലാം കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ മീൽ വന്നു. സാറയുടെ തന്നെ ഹെവി ആയിരുന്നു, കുറേയൊക്കെ അങ്ങ് വേസ്റ്റ് ബിന്നിൽ വിട്ടു. അതിനുശേഷം എൻ്റെ എന്ന് പറയുന്നത് പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ മൂൺ ദാലോ, നമ്മുടെ ദാലുണ്ടല്ലോ, നമ്മുടെ ചെറുപയറാണോ അതോ പരിപ്പിൻ്റെ ഒരു സംഭവമാണെന്ന് അറിയത്തില്ല, ബോയിൽഡായിട്ട് വെജിറ്റബിൾസൊക്കെ ഇട്ട് ഒരു മിക്സ്ഡ് ഐറ്റം, ഭയങ്കര ടേസ്റ്റായിരുന്നു. പിന്നെ ഇതെന്ന് പറയുന്നത്, ഈ ഡെസേർട്ട് എന്ന് പറയുന്നത്, ഈ സ്വീറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇതില്ലേ, നമ്മുടെ എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫ്രഷ് ക്രീം ഉണ്ടല്ലോ, ഫ്രഷ് ക്രീമൊക്കെ വെച്ചിട്ട് ഒട്ടും രക്ഷയില്ലായിരുന്നു കേട്ടോ. നല്ല വിപ്പിംഗ് ക്രീം പോലെ നല്ല ഫ്രഷ് ക്രീം അടിച്ചടിച്ച് നമ്മൾ വായിലിട്ട് കഴിഞ്ഞാൽ മൗത്ത് വാട്ടറിങ് മെൽറ്റായി പോവും. അപ്പോൾ അതിൽ റെഡ് വെൽവെറ്റ് കേക്കൊക്കെ വെച്ചിട്ട് ചുട്ടി ഫ്രൂട്ടിയൊക്കെ വെച്ചിട്ട് നമ്മുടെ പിസ്ത ഒക്കെ എന്താ പറയുക ഒന്ന് സോർട്ട് ചെയ്തിട്ട് ഇട്ടിട്ടുള്ള, പിന്നെ ചോക്ലേറ്റ്സ് ഉണ്ടായിരുന്നു. പിന്നെ എന്തൊക്കെയോ, എനിക്ക് സത്യം പറഞ്ഞാൽ ഞാനൊരു ഫ്ലൈറ്റിൽ കഴിച്ച ഫുഡിൻ്റെ മാത്രം ഒരു വീഡിയോ എടുക്കാനുള്ളതുണ്ട്. പിന്നെ ഞാൻ വാട്ട് ഈറ്റിനെ ഡേ, അപ്പോൾ ബാക്കിയുള്ള ആ ദിവസം ബാക്കിയുള്ളതും കൂടെ കഴിച്ചതും കുടിച്ചതും കൂടെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഇതിൻ്റെ കൂടെ ഞാൻ ഇതെടുത്ത് ഇൻക്ലൂഡ് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ എമിറേറ്റ്സിൻ്റെ ഉള്ളിൽ കഴിച്ച് തന്നെ ഒരു ലെങ്തി വീഡിയോ ആയിട്ട് എടുക്കാനുള്ളതുണ്ട്. അതിനുശേഷം എൻ്റെ മെയിൻ കോഴ്സ് ഞാൻ ഓപ്പൺ ചെയ്തു. നല്ല അടിപൊളി, എന്താണേലും എല്ലാം ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. ഒന്നും നമുക്ക് കളഞ്ഞത് തന്നെ നമുക്ക് എന്ന് വെച്ചാൽ വയർ നിറഞ്ഞിട്ട് ഓവറായിട്ട് കഴിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കളഞ്ഞത്, അല്ല ടേസ്റ്റ് ഇല്ലാഞ്ഞിട്ടല്ല. എല്ലാം ഒന്നിനൊന്നും മെച്ചം, ഭയങ്കര ടേസ്റ്റി, ഹൈ ക്വാളിറ്റി, അടിപൊളി ഫുഡായിരുന്നു. അപ്പോൾ ചിക്കൻ ബിരിയാണി ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. ഭയങ്കര ഫ്ലേവറായിട്ട് നല്ല അടിപൊളിയായിട്ട് റൈസിനേക്കാളും കൂടുതൽ പീസസ് ആയിരുന്നു. ഞാൻ ഓർക്കുമായിരുന്നു വീട്ടിലൊക്കെ ആണെങ്കിൽ നമ്മളിത് എൻജോയ് ചെയ്ത് കഴിച്ചേനെ. പക്ഷെ നമുക്ക് ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ ഭയങ്കര ലിമിറ്റേഷൻസ് ഉണ്ട്. നമുക്കങ്ങനെ കഴിക്കാൻ തോന്നത്തില്ല. കാര്യം എന്താ വെച്ചാൽ ഒന്നാമത് 2 കുഞ്ഞുങ്ങളുണ്ട്, ഒരാൾ കയ്യിലുണ്ട്, പിന്നെ ഒരാളുടെ കാര്യങ്ങൾ തന്നെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ലിമിറ്റേഷൻസ് ഉണ്ട് നമുക്ക് ഫ്ലൈറ്റിൽ. അങ്ങനെ പിള്ളേരൊന്നും ഇല്ലാതെ ഫ്രീ ആയിട്ടുള്ളവർക്ക് ആസ്വദിച്ച് എൻജോയ് ചെയ്ത് കഴിക്കാം. കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ട്രാവൽ ചെയ്യുമ്പോഴത്തേനും നമുക്കിങ്ങനെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ഫ്ലൈറ്റിൽ ഫുഡ് കഴിക്കാനായിട്ട് ഇക്ക ഉണ്ടെങ്കിൽ ഓക്കെ ആയിരുന്നു, എനിക്ക് ഓക്കെ ആയിരുന്നു. പക്ഷേ ഇക്കയും കൂടെ ഇല്ലാത്ത ഒരു ട്രാവൽ ആയതുകൊണ്ട് തന്നെ ഫുഡ് വൈസ് എല്ലാം അടിപൊളി സൂപ്പർ ക്വാളിറ്റി ടേസ്റ്റി ആയിരുന്നു. ഞാൻ കഴിച്ചു. പിന്നെ അങ്ങനെ ഇപ്പോൾ ചിക്കൻ ബിരിയാണിയുടെ കാര്യം ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളി ചിക്കൻ ബിരിയാണിയാണ്, ഒരു രക്ഷയില്ലായിരുന്നു. നല്ല സൂപ്പർ ടേസ്റ്റി, ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റായിരുന്നു. അത് കറക്റ്റ് ആ മെനുവിൽ എഴുതിയിട്ടുണ്ടായിരുന്നു എന്ത് ടൈപ്പ് ഓഫ് ചിക്കൻ ബിരിയാണിയാണെന്ന്, അത് ഞാൻ വിട്ടുപോയി. പിന്നെ മാംഗോ തൊക്ക് പിക്കിൾ. അപ്പോൾ ചിക്കൻ ബിരിയാണിയുടെ കൂടെ നമുക്ക് അച്ചാറും ഉണ്ടായിരുന്നു. അപ്പോൾ അച്ചാറൊക്കെ സ്പൂണിൽ ചെറുതായിട്ട് ലൈറ്റായിട്ട്, നമ്മൾ കൈ ഒന്നും യൂസ് ചെയ്യുന്നില്ല, കാരണം ഫ്ലൈറ്റിൽ തന്നെ ആയതുകൊണ്ട് തന്നെ നമുക്ക് അതൊക്കെ ഭയങ്കര ഡിസ്റ്റർബൻസാണ്. പിന്നെ അതിന് ശേഷം ഇത് ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. ഇതിൽ നമ്മുടെ ഭയങ്കര ടേസ്റ്റ്, വായിലിട്ട് അലിഞ്ഞു പോകും, എന്നാൽ മൈൽഡ് സ്വീറ്റൊക്കെ ഉള്ളൂ. നമ്മുടെ ഓവർ മധുരമൊന്നുമില്ല. അത്യാവശ്യം സ്റ്റാൻഡേർഡായിട്ട് അടിപൊളി സ്റ്റാൻഡേർഡായിട്ടുള്ള ഒരു ഡെസേർട്ട്. എനിക്ക് വന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫ്രഷ് ക്രീമൊക്കെ വെച്ചിട്ടുള്ള ഒരു സംഭവമാണ്. ലുക്ക് വൈസ് പെട്ടെന്ന് കാണുമ്പോൾ ഐസ്ക്രീം നമുക്ക് തോന്നും, അല്ല നമ്മുടെ ഫ്രഷ് ക്രീമാണത്. അതിൻ്റെ ഒരു ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം വീണ്ടും അത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. പിന്നെ എനിക്ക് പറ്റുന്ന അത്രയൊക്കെ കഴിച്ചു. സാറാക്കും കുറച്ചൊക്കെ വാരി കൊടുത്തു. എനിക്ക് പറ്റുന്ന പോലെയൊക്കെ കഴിച്ചത്. ഇതെല്ലാം നമ്മൾ വേസ്റ്റ് ബിന്നിലേക്ക് ഇട്ട്, ഒരെണ്ണം പൊട്ടിക്കാതെ ഇട്ടു, ഒരെണ്ണം പൊട്ടിച്ചതിട്ടു, മറ്റ് എല്ലാം. പിന്നെ ഇതും എല്ലാം എന്ന് വെച്ചാൽ 2-3 സ്പൂൺ കഴിച്ചതിന് ശേഷം എല്ലാം നമുക്ക് കളയേണ്ടി വന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ ഫുഡ് വേസ്റ്റ് ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരാളാണ് ഞാൻ. ഭയങ്കര വിഷമിച്ച് തന്നെയാണ് എല്ലാം കളഞ്ഞത്, പക്ഷേ നിവർത്തിയില്ലായിരുന്നു. പിന്നെ ഇതെന്ന് പറയാൻ നമ്മുടെ ഒരു മിക്സറൊക്കെ കഴിക്കുന്ന പോലെ ഭയങ്കര ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റായിരുന്നു, അടിപൊളിയായിരുന്നു. അത് നമ്മൾ കഴിച്ചു. പിന്നെ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള റോസ്റ്റഡ് നട്ട്സ്, വളരെ ടേസ്റ്റി ആയിട്ടുള്ള റോസ്റ്റഡ് നട്ട്സ്. നമുക്ക് ഇതൊക്കെ കഴിക്കാൻ ബുദ്ധിമുട്ടില്ല, സ്നാക്സും കാര്യങ്ങളൊക്കെ കഴിക്കാനായിട്ട്. പക്ഷേ മറ്റേ നമ്മുടെ ഡെസേർട്ട് ഉണ്ടല്ലോ, മറ്റേ ആ സ്വീറ്റ്, അതൊക്കെ ഒത്തിരി ക്വാണ്ടിറ്റി ആയിരുന്നു. അത് 2 കിട്ടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഹാഫ് തന്നെ നമുക്ക് 2 പേർക്കും മതിയായി. പിന്നെ അപ്പം ബാക്കിയുള്ളതെല്ലാം വേസ്റ്റിൽ കളയായിരുന്നു. പിന്നെ റോസ്റ്റഡ് നട്ട്സ്, പിന്നെ നമ്മുടെ ബിസ്ക്കറ്റ്സ്, അങ്ങനെ ഇങ്ങനെ ഞാൻ പറയാം 4 മണിക്കൂർ ട്രാവൽ ചെയ്തത് അറിഞ്ഞില്ല. കാര്യം എന്താ വെച്ചാൽ കയറിയപ്പം മുതൽ ഇറങ്ങുമ്പോൾ വരെ കംപ്ലീറ്റ്. പിന്നെ ഞാൻ എൻ്റെ എമിറേറ്റ്സ് ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള വീഡിയോ ഒക്കെ ഞാൻ പുറകെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിൽ ഫുഡിൻ്റെ കാര്യം മാത്രം ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന് ശേഷം എന്താ പറയുക, കിഡ്സ് മീല് കഴിഞ്ഞു, നമ്മുടെ മെയിൻ മീല് കഴിഞ്ഞു, ഡ്രിങ്ക്സ് ജ്യൂസസ് ഇതൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞൊന്ന് റെസ്റ്റ് എടുക്കുന്നതിന് മുമ്പേ നമുക്ക് കോഫി ഓ ടീ എന്ന് പറഞ്ഞ് ചോദിച്ചു. എനിക്ക് സത്യം പറഞ്ഞാൽ വയറ്റിൽ സ്ഥലമില്ല, പക്ഷേ
ഞാൻ ഇത് കുടിച്ചതെന്നാന്ന് വെച്ചാൽ എനിക്ക് നന്നായിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഉറക്കം ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു കോഫി വിത്തൗട്ട് മിൽക്ക് വിത്തൗട്ട് ഷുഗർ വെച്ചിട്ട് ചുമ്മാ ഒരു കോഫി, ആ ഉറക്കം പോകാനായിട്ട് ഒരു കോഫി കുടിച്ചു. അതിനുശേഷം ഇതാ ഇക്ക എയർപോർട്ടിൽ വന്ന് നമ്മളെ പിക്ക് ചെയ്ത് നമ്മൾ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇക്ക ഫുഡ് കഴിക്കാൻ വേണ്ടി റെസ്റ്റോറൻറ്റിൽ കയറാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊന്നും വേണ്ട, എനിക്ക് നല്ല നമ്മുടെ എന്താ പറയുക വീടിൻ്റെ തൊട്ടടുത്ത് കായിക്ക റെസ്റ്റോറൻറ്റ്, കായിക്ക കഫേ ഉണ്ട്. അവിടെ ഒരു സ്പൈസി കുലുക്കി സർവത്ത് കിട്ടും. അപ്പോൾ അതുണ്ടെങ്കിലാണ് നമ്മളത് കുടിച്ചെങ്കിലാണ് നമുക്ക് ഫുൾ ഡേ റിഫ്രഷ്മെൻ്റ് ആണ്. കാര്യം എന്ന് വെച്ചാൽ നല്ല നല്ല പച്ചമുളകൊക്കെ കീറിയിട്ടിട്ട് നല്ല അടിപൊളി ഒരു ഡ്രിങ്കാണ്. ഞാനത് കുടിച്ചു. എനിക്ക് അത് മാത്രം മതിയായിരുന്നു, വേറെ ഒന്നും വേണ്ടായിരുന്നു. പിന്നെ വീട്ടിലെത്തിയിട്ട് ഞാൻ കുറച്ച് കൂടുതൽ ഐറ്റംസ് കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കേണ്ടതെല്ലാം ഫ്രീസറിൽ വെക്കേണ്ടതെല്ലാം ഫ്രീസറിലെടുത്ത് വെച്ചു. ചിക്കൻ, മട്ടൻ, ബീഫ് എല്ലാം ഫ്രീസറിൽ വെക്കേണ്ടതെല്ലാം ഫ്രീസറിൽ വെച്ചു. പിക്കിൾസ് കാര്യങ്ങളെല്ലാം. പിന്നെ ഇക്കാക്ക് അതിന് ശേഷം അതിൽ നിന്ന് കുറച്ച് ഇടനേലയപ്പം, അതുപോലെ തന്നെ കുറച്ച് ബീഫ് അട, ചിപ്സ്, അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ഞാനും ഇക്കായും കൂടി കഴിച്ചു. അതിന് ശേഷം ഇക്ക ഉച്ചക്കത്തേന് വേണ്ടി ഞങ്ങൾക്ക് വാങ്ങിച്ചു വെച്ചതാണ് ഇവിടുത്തെ വളരെ ഫേമസ് ആയിട്ടുള്ള SS ബക്കറ്റ് ബിരിയാണി. അപ്പോൾ എനിക്ക് ഉച്ചയ്ക്കും 3 മണിക്കും 4 മണിക്കും ഒന്നും വേണ്ടായിരുന്നു. ഞാനൊരു ഈവനിങ് ടൈം ആയപ്പോൾ ഒരു 5-6 മണിയായപ്പോഴത്തേനും ഒരു പിടി SS ബക്കറ്റ് ബിരിയാണിയും അതിൻ്റെ കൂടെയുള്ള റൈത്തായും പിന്നെ എൻ്റെ അമ്മച്ചിയുടെ മാങ്ങ അച്ചാറും പിന്നെ അതിൻ്റെ കൂടെ തന്നെയുള്ള ബ്രിഞ്ചാൾ കറിയും ബോയിൽഡ് എഗ്ഗും എല്ലാം കൂടെ ചേർത്ത് ഞാൻ പീസസ് ഒന്നും എടുക്കുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ ഈ റൈസ് മാത്രം കൂട്ടി കഴിക്കാനാണ് തോന്നി. കാരണം എമിറേറ്റ്സുകാർ അത്രയും വയർ നിറപ്പിച്ചിട്ടാണ് നമ്മളെ ഇറക്കി വിട്ടിരിക്കുന്നത്. ഒരു രക്ഷയില്ല. കാരണം സത്യം പറഞ്ഞാൽ ഇന്ന് കംപ്ലീറ്റ് ഡെയിലി ഫുഡ് ഒന്നും വേണ്ട ആ ഒരു അവസ്ഥയിലാണ്. പക്ഷേ ഞാൻ കുറച്ച് കഴിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ച് ടയേർഡാകുമെന്ന് പറയത്തില്ലേ, അതായിരുന്നു അവസ്ഥ. അങ്ങനെ ഒന്നിന് പുറകെ ഒന്നൊന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് അത് നിങ്ങൾ കണ്ടല്ലോ. എനിക്കത് എല്ലാം എനിക്ക് കവർ ചെയ്യാനോ ഷൂട്ട് ചെയ്യാനോ പറ്റിയില്ല. എന്ന് വെച്ചാൽ സൈറു കയ്യിലിരുന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു. കുഞ്ഞുവിൻ്റെ സൈറു ഇടയ്ക്ക് വഴക്കുണ്ടായിരുന്നു, കരച്ചിലുണ്ടായിരുന്നു. അപ്പോൾ അറിയാമല്ലോ, ഒരു കുഞ്ഞ് കയ്യിലുള്ളപ്പോഴത്തേനുമുള്ള നമുക്ക് ലിമിറ്റേഷൻസ് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ എങ്കിലും എനിക്ക് പറ്റുന്നത് പോലെ അതിനിടയിൽ ഞാൻ മാക്സിമം കവർ ചെയ്യാൻ നോക്കി. ഇത്രയൊക്കെ കവർ ചെയ്യാൻ പറ്റിയത് തന്നെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ ആ ഒരു ടെൻഷനിലായിരുന്നു. എനിക്കൊന്നും എടുക്കാൻ പറ്റില്ലായോ, 2 കുഞ്ഞുങ്ങളെയും കൊണ്ടേ ഒന്നും എടുക്കാൻ പറ്റില്ലെങ്കിൽ എനിക്കൊരു വിഷമമായേനെ. പക്ഷേ ഇപ്പം ഞാൻ വളരെ ഹാപ്പിയാണ്. കാരണം എനിക്ക് ഓൾമോസ്റ്റ് ഒരു 85% ഒരു 75% എങ്കിലും എനിക്ക് കവർ ചെയ്യാൻ പറ്റി. പിന്നെ അതിന് ശേഷം ഡിന്നറായിട്ട് നമ്മളിന്ന് എടുത്തിരിക്കുന്ന വീട്ടിൽ നിന്ന് എന്തായാലും വാഴക്കുളത്തു നിന്ന് വാങ്ങിച്ച അടിപൊളി പൈനാപ്പിൾ ഒരെണ്ണം എനിക്ക് ഇക്കാക്ക് വേണ്ടി കൊണ്ടുവരാൻ പറ്റി. അപ്പോൾ ഇക്ക പറഞ്ഞു എനിക്ക് ജ്യൂസ് അടിച്ച് തരാൻ പറഞ്ഞു. അപ്പോൾ ഞാനത് നല്ല അടിപൊളിയായിട്ട് പൈനാപ്പിൾ ജ്യൂസ് അടിച്ചു. അപ്പോൾ ഞങ്ങൾ 2 പേരും ഓരോ വലിയ ഗ്ലാസ് ജ്യൂസ്, സൂപ്പർ ജ്യൂസ് ഞങ്ങൾ കുടിച്ചു. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നലത്തെ ഡിന്നർ എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ച് മുന്നേ ബക്കറ്റ് ബിരിയാണി കഴിച്ചായിരുന്നല്ലോ, തമിഴ്നാട് ബിരിയാണി കഴിച്ചായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഇതാണ് നമ്മുടെ ഡിന്നർ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.